സോ അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ഹിഡൻ പ്ലേസ് ആയിട്ടുള്ള ഇരിപ്പിൻ വാട്ടർഫോൾ എന്നാണ് അതിന് പറയുന്നത് ഗൈസ്. അപ്പം അതിന് മുന്നേ നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. എൻ്റെ അണ്ണനെ ചെറുതായിട്ടൊന്ന് പറ്റി അടിച്ച് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡോസ് ഉണ്ട്. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ പോകണം. അപ്പം ഞാൻ അണ്ണൻ്റെ വീട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ അണ്ണൻ്റെ വീട്ടിലെത്തി. എൻ്റെ അണ്ണനെ കടിച്ചത് ഇവനാണ് എൻ്റെ അണ്ണനെ കടിച്ചത്. കണ്ട അപ്പോൾ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിയും പിന്നെ ഒരു പൂച്ചയും കൂടെ അടികൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടാണ് അണ്ണൻ വന്ന് കയറിയത്. അപ്പം പൂച്ചയെ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ അണ്ണനെ കയറി കടിച്ചു. ഇതാണ് കഥ. ഇങ്ങനെയാണ് അജിനണ്ണനെ പട്ടി അടിച്ചത്. താട പട്ടിയുടെ കടിയും കൊണ്ട് എടുത്ത് കൈ കാണിക്കണ്ട. പട്ടിയെ കീറിക്കളഞ്ഞ് ഇങ്ങനെയുണ്ടെണ്ണ. അപ്പോൾ നമ്മൾ അണ്ണനെയും കൊണ്ട് ആശുപത്രിയിൽ പോവാ. ആശുപത്രി വെച്ച് കാണാം. ഏകദേശം പകുതി വരെ എത്തിയപ്പോഴത്തേനും മഴ പെയ്ത് സ്റ്റക്കായിട്ടിരിക്കുക. എന്നാ ഏകദേശം അപ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ട് ഇനി ആശുപത്രിയിലോട്ട് പോവാം. ഏകദേശം അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇഞ്ചക്ഷൻ എടുക്കണം, എന്നിട്ട് തിരിച്ചു വരണം. അതുകൊണ്ട് ഇത്രയും ആൾക്കാരുണ്ട് ഗൈസ്, ഇത്രയും ആൾക്കാരുണ്ട്. പട്ടിയുടെ ഇഞ്ചക്ഷനും കുത്തി വരുന്ന അജിനണ്ണൻ. നമ്മളിനി എങ്ങോട്ടാണ് പോണേ? കഴിക്കാം. എവിടെ പോയാണോ കഴിക്കുന്നേ? ഹോട്ടലിൽ കയറാം. ഓക്കെ, അണ്ണൻ്റെ ചിലവ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ വന്നിട്ടുണ്ട്. അണ്ണ പപ്സ് മേടിച്ചതരാന്ന് പറയാ. ജാക്കിന്റെ സ്ഥലം കേട്ടോ. ചമ്മിക്കുന്നൊക്കെ അണ്ണൻ എനിക്ക് മേടിച്ചിരുന്നു. അണ്ണ എനിക്ക് ഇത് മതി. അന്ന് പേടിച്ചേക്ക പാവം. ഇഞ്ചക്ഷന്റെ എങ്ങനെയുണ്ട്? റിവ്യൂ എങ്ങനെയുണ്ട്? സാധനം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എവിടെ കേട്ടത്? 2 ഷോട്ട് എടുത്തു. വേദന ഉണ്ടായിരുന്ന? കുഴപ്പമില്ലായിരുന്നു. ഇനി എത്ര കൊണ്ട് എടുക്കണം? ഇനി 4 ഡോസ് ഉണ്ട്. 4 ഡോസ്. അപ്പൊ ഇനി 4 തവണകളായിട്ട് ഇനിയും വരണം. പാവൻ കാണാൻ കൈ കാണിച്ചു. 4 ഇനി 2 ഡോസേ ഉള്ളൂ. ഇവിടെ ഒരു കടി, ഇവിടെ ഒരു കടി, ഇവിടെ 2 മാന്ത്. പുലി മാന്തി ഇവിടെ ഉണ്ടല്ലേ? പുലി അടിച്ചെടുക്കുന്നുണ്ട്. പുലി അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ട്. കഴിച്ചാലോ? കഴിക്കാൻ നിനക്ക് മീശ താടി ഒരു ഉണ്ണികൾ വരുന്നുണ്ട്. താടിയുള്ള എൻ്റെ അഹങ്കാരം നോക്ക്. ഓപ്പൺ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഇനി നമ്മൾ എങ്ങോട്ടാണോ പോന്നെ? ഈ ഒരു വാട്ടർഫാൾ. അതെ ഗൈസ്. അപ്പോൾ നമ്മൾ കോട്ടത്തുള്ള ഇരിപ്പിൻ വാട്ടർഫാൾസിലോട്ടാണ് പോകുന്നത്. അത് കുറച്ച് ഹിഡൻ ഇല്ലേ അണ്ണാ? അത് കൂടുതൽ ആർക്കും അറിയത്തില്ല. ഇല്ല അണ്ണാ? അറിയത്തില്ല. സോ ഗൈസ്, അപ്പോൾ ഈ മഴ തോന്നിട്ട് നമ്മൾ ഉടനെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഒരു കാടാണ്. കാട്. ഈ കാടിൻ്റെ നടുവിലാണ് ഈ ഒരു വാട്ടർഫാൾസ്. ഹിഡൻ അല്ലേ അണ്ണാ? ഇത് ഹിഡൻ അല്ലേ അണ്ണാ? ഹിഡൻ അല്ലേ? അതെ. ഗൈസ്, ഇതാണ് വാട്ടർഫാൾ. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി
അങ്ങോട്ട് പോവും. ഒഴുകി പോവും. നമ്മളിപ്പം അങ്ങോട്ട് ഇറങ്ങാൻ പോവാ. അധികം ആഴമില്ല, അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാം അല്ലേ? നമ്മള് റെയിൻകോട്ട് ഇട്ടേക്കാലോ. കുറെ പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അവിടെ ഒഴുകി പോകണോ? അവിടെ കുറെ പേരുണ്ടായിരുന്നാ. അപ്പുറത്താണോ? ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമോ? തെറ്റല് കാണും. ഞാൻ ഇറങ്ങിയിട്ട് അന്ന് ഇറങ്ങിയത്. അന്ന് ഇറങ്ങിയാൽ മതി. അണവാ നമ്മളവിടെ അങ്ങനെ ഇറങ്ങി. ഗൈസ്, അപ്പോൾ നമ്മള് നല്ല സേഫ്റ്റിയോടെ നമുക്ക് രണ്ടുപേർക്ക് നീന്താൻ അറിയാം. നമ്മൾ നല്ല സേഫ്റ്റിയോടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ നീന്താനൊക്കെ ഒഴുകിപ്പെട്ടു പോയാലും നമുക്ക് നീന്തി രക്ഷപ്പെടാന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നീന്താൻ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആണോ? ഒഴുക്കുണ്ടല്ലേ? നല്ല ഒഴുക്കുണ്ട്. ഓക്കെ. അത് അവിടെ ഹിഡനാണ് കേട്ടോ. അടിപൊളിയല്ലേ? അണി ഈ സ്ഥലം എങ്ങനെ രൂപപ്പെട്ടത് അണ്ണൻ അറിയോ? 1982 അപ്പൊ നമ്മൾ കുറച്ചും കൂടെ താഴോട്ട് വന്നപ്പോഴത്തേന് ഇത് കണ്ട് എന്റെ മോനെ, ഇത് കുറച്ചും കൂടെ ഹിഡൻ ആണല്ലേ. ഇവിടുന്ന് ഇങ്ങനെ ഒഴുകിയാണ് അങ്ങോട്ടുണ്ട്. അങ്ങോട്ട് കുറെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകാൻ വേറെ സ്ഥലമില്ലല്ലേ. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തൂടെ വല്ലതും കറങ്ങി വരണം. പക്ഷെ അപ്പുറത്തൂടെ കറങ്ങി വന്നാലും ഇവിടെ ബ്ലോക്ക് ഉണ്ടല്ലോ. അപ്പം ഈ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ അജിൻ ദിലീപ്, മിസ്റ്റർ ക്രൂസിക് ആസ് സൂരജ്. ബൈ.